ഹലോ ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് എൻ്റെ ഗാർഡൻ ഏറ്റവും മനോഹരമാക്കുന്ന ബൊഗെയിൻ വില്ല പ്ലാന്റിനെ പറ്റിയാണ് കേട്ടോ. വളരെ വളരെ മനോഹരമായിരിക്കുകയാണ് ഈ ബൊഗെയിൻ വില്ല പ്ലാന്റ്സ്. എൻ്റെ തോട്ടത്തിലെ രാജാക്കന്മാർ എന്നൊക്കെ പറയാം. ഇവർ അത്രയ്ക്ക് മനോഹരമായ ഫ്ലവേഴ്സാണ് ഉണ്ടായിട്ടുള്ളത്. ഏകദേശം 2 മാസം മുമ്പ് ഞാൻ ഹാർട്ട് പ്രൂണിങ് ചെയ്യുന്ന സമയത്തൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് കരുതുന്നു. അപ്പോൾ ഹാർട്ട് പ്രൂണിംഗ് ഒക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അന്ന് തന്നെ ആ സമയത്ത് തന്നെ ഹാർട്ട് പ്രൂണിങ് ചെയ്ത് കഴിഞ്ഞ അപ്പോൾ തന്നെ പിന്നെ ഞാൻ ഇതിന് ഓർക്കിഡ് ബൂൺ എന്ന ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. മണ്ണിലും അതിൻ്റെ സ്റ്റമ്മിലും ഒക്കെ സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതിനുശേഷം ഒരു മാസം കഴിഞ്ഞപ്പോൾ ഓർക്കിഡ് ബൂണൊക്കെ ചെയ്തിട്ട് 2 മാസമൊക്കെ ആയി. അതിനുശേഷമാണ് ഇതുപോലെ ഫ്ലവറൊക്കെ ഉണ്ടായിട്ടുള്ളത്. വളരെ മനോഹരമാണ് കേട്ടോ ഈ പർപ്പിൾ കളർ ബൊഗെയിൻ വില്ല ഫ്ലവർ കാണുവാൻ. അപ്പോൾ 1 മാസം കഴിഞ്ഞപ്പോൾ ഓർക്കിഡ് ബൂൺ ഇട്ടതിന് ശേഷം ഞാൻ എല്ലുപൊടിയും ചാണകപ്പൊടിയും ഒക്കെ ഇതിൻ്റെ പോട്ടിലൊക്കെ ഞാൻ ആഡ് ചെയ്ത് കൊടുത്തിരുന്നു മണ്ണിൽ. അതും കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ NPK ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തിരുന്നു. അതും കഴിഞ്ഞപ്പോഴൊക്കെ വളരെ വളരെ മനോഹരമായി, ഏകദേശം 2 മാസം കൊണ്ട് തന്നെ വളരെ വളരെ മനോഹരമായിട്ട് തന്നെ പൂക്കളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഈ പിങ്ക് കളറും നല്ല ഭംഗിയാണ് കേട്ടോ. നല്ല തിക്ക് ഫ്ലവറൊക്കെ ആയി വന്നിട്ടുണ്ട്. ഈ ബൊഗെയിൻ വില്ലയ്ക്ക് അത്യാവശ്യം വേണ്ടുന്ന ഒന്നാണ് നല്ല ഹാർഡായിട്ടുള്ള സൺലൈറ്റ്. നല്ല വെയിലുള്ള സ്ഥലങ്ങളിൽ വെച്ചാൽ മാത്രമേ നമ്മൾ എന്ത് ഫെർട്ടിലൈസർ ഇട്ട് കൊടുത്താലും പൂവൊക്കെ ഉണ്ടാകണമെങ്കിൽ നല്ല വെയിലൊക്കെ വേണം കേട്ടോ. പിന്നെ ഡെയിലി ഇത് ഞാൻ നനയ്ക്കുന്നുണ്ട്. വെള്ളമൊന്നും നനച്ചില്ലെങ്കിൽ ഇത് അതിൻ്റെ പൂക്കളൊക്കെ ബാധിക്കും കേട്ടോ. പൂക്കളൊക്കെ ഇങ്ങനെ വാടി പെട്ടെന്ന് തന്നെ കൊഴിഞ്ഞു പോകും. അതുകൊണ്ട് നല്ല വെയിലത്തും വേണം. ഡെയിലി ഒരു പ്രാവശ്യം വെള്ളമൊക്കെ ഇതിന് നനച്ചു കൊടുക്കണം. ഒരുപാട് നനയൊന്നും വേണ്ട, കുറച്ചൊന്ന് നനച്ചു കൊടുക്കണം. എല്ലാവരും പറയും ഡെയിലി നനയ്ക്കൊന്നും വേണ്ട. പക്ഷേങ്കിൽ നല്ല വെയിലൊക്കെയുള്ള സ്ഥലങ്ങളിൽ വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴേ ഇതിൻ്റെ പൂക്കളൊക്കെ നന്നായിട്ട് വാടിത്തുടങ്ങും. എല്ലാ കളേഴ്സും ഉണ്ടെങ്കിലും ഈ വൈറ്റ് കളറാണ് കേട്ടോ ഏറ്റവും ഭംഗി. പിങ്കും പർപ്പിളും ഒക്കെ ഉണ്ടെങ്കിലും ഓറഞ്ച് യെല്ലോ ഒക്കെ ഉണ്ടെങ്കിലും അതിൻ്റെ ഇടയിൽ ഒരു വെള്ള കൂടി വരുമ്പോഴേ അതിൻ്റെ ഭംഗി പറയേണ്ടത് തന്നെയാണ് കേട്ടോ. ഇതിലുമൊക്കെ നന്നായിട്ട് പൂക്കളൊക്കെ ഉണ്ടാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിൻ്റെ പിൻവശം നിൽക്കുന്ന ഡാർക്ക് പിങ്ക് ഇതിൻ്റെ മുന്നിലത്തെ വീഡിയോയിൽ ഞാൻ ഇട്ട് കൊടുത്തിരുന്നു. അപ്പോഴേ ബൊഗെയിൻ വില്ല കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ബൊഗെയിൻ വില്ലയുടെ സീസണൊക്കെയാണ്, എല്ലാവരും നഴ്സറീസിൽ നിന്നൊക്കെ വാങ്ങിച്ചു വയ്ക്കുക. പിന്നെ ഇപ്പോഴത്തെ ട്രെൻഡായിട്ടുള്ള ചില്ലി റെഡ് ഫയറപ്പലൊന്നും എൻ്റെ കയ്യിലില്ല. അത് കിട്ടുകയാണെങ്കിൽ ഞാൻ വാങ്ങിച്ചു വയ്ക്കും. കാരണം ഇവിടെ നല്ല വെയിലൊക്കെ ഉണ്ട്. അപ്പോൾ കുറച്ച് വെള്ളവും കുറച്ച് വളങ്ങളൊക്കെ ഒന്ന് സ്പ്രേ ചെയ്തും മണ്ണിലൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ നല്ല തിക്കായിട്ട് തന്നെ ഫ്ലവറൊക്കെ ആയി വരുന്നുണ്ട്. അപ്പോഴിത് മണ്ണിലും പോട്ടൊന്നും ഇല്ലെങ്കിലും മണ്ണൊക്കെ നിറയെ ഉള്ള വീടുകളിലൊക്കെ ആണെങ്കിൽ നമുക്ക് നിലത്തൊക്കെ വെച്ച് കൊടുക്കാവുന്നതാണ് കേട്ടോ. നിലത്തൊക്കെ വെച്ച് അതിന് കുറച്ച് വളങ്ങളും ചാണകപ്പൊടി എല്ലുപൊടിയൊക്കെ ഇട്ട് കഴിഞ്ഞാൽ, അതായത് വെയിലുള്ള സ്ഥലത്ത് വെച്ച് കൊടുത്താൽ നിലത്ത് നന്നായിട്ട് പൂക്കളൊക്കെ പിടിക്കും. ഞാനിപ്പോൾ ഇവിടെ അധികം സ്ഥലമൊന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം പോട്ടിൽ തന്നെയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. മണ്ണിൻ്റെ പോട്ടിലേക്കാണ് നല്ലത്. നമുക്ക് പ്ലാസ്റ്റിക് പോട്ടോ സിമെൻറ്റ് പോട്ടിലോ വെക്കുന്നതാണ് കേട്ടോ. ഈ ഓറഞ്ചൊക്കെ നല്ല ഭംഗിയാണ്. ഇതിലൊക്കെ പൂക്കളൊക്കെ ഇങ്ങനെ തിക്കായിട്ട് വളർന്നു വരാനാവുന്നേ ഉള്ളൂ. ഇത് കുറച്ച് വലിയ പോട്ടാണ്, പ്ലാസ്റ്റിക് പോട്ടിലാണ് ഞാനിത് വെച്ച് കൊടുത്തിട്ടുള്ളത്. കഴിഞ്ഞ വർഷം വെച്ച് കൊടുത്തിട്ടുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതിൽ നന്നായിട്ട് തന്നെ ഫ്ലവറൊക്കെ വരുന്നുണ്ട്. പിന്നെ ഈ യെല്ലോ കളർ കണ്ടോ, അതും ഏറ്റവും ഭംഗിയുള്ള ഒരു ഗോൾഡൻ യെല്ലോ കളറാണ്. ഇത് കഴിഞ്ഞ വർഷം ഞാൻ വാങ്ങിയ ഒരു പ്ലാന്റ് ആണ്. പിന്നെ ഇതിൽ നിന്നൊക്കെ കുത്തിപ്പിടിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടംപോലെ പ്ലാന്റ്സുകളൊക്കെ കിട്ടും. ഇത് പ്രൂൺ ചെയ്യുന്ന സമയത്തൊക്കെ ഞാൻ ഒത്തിരി കുത്തി ഒക്കെ പിടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ ചെറിയ ചെറിയ പോട്ടുകളിലൊക്കെ ഇപ്പോൾ പൂവൊക്കെ പിടിച്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോഴെല്ലാവരും ബൊഗെയിൻ വില്ലയൊക്കെ കിട്ടുകയാണെങ്കിൽ നഴ്സറീസിൽ നിന്നൊക്കെ നമുക്ക് കിട്ടും. ഒരു 150 രൂപക്കൊക്കെ ഒരുവിധം വലിയ പോട്ടിലൊക്കെ ഇത് കിട്ടുന്നതാണ്. നമ്മൾ നല്ല വെയിലുള്ള സ്ഥലങ്ങളിലൊക്കെ വയ്ക്കുക. ഈ സമയത്ത് ഈ സമ്മർ സീസണിൽ നമ്മുടെ ഗാർഡൻ ഏറ്റവും മനോഹരമാക്കാൻ പറ്റിയ ഫ്ലവേഴ്സും പ്ലാന്റ്സുമാണ് ബൊഗെയിൻ വില്ല ഫ്ലവേഴ്സ്. അപ്പോഴേ കിട്ടുകയാണെങ്കിൽ എല്ലാവരും വാങ്ങി വയ്ക്കുക. ഇപ്പോൾ 6 മാസം, അതായത് മെയ് ലാസ്റ്റ് വരെ, പിന്നെ ജൂണിലൊക്കെ മഴ തുടങ്ങുമ്പോൾ മാത്രമേ ഇതിൻ്റെ പൂക്കളൊക്കെ കുറയാൻ തുടങ്ങുള്ളൂ. 6 മാസം നമുക്ക്
മെയ് മാസം ലാസ്റ്റ് വരെ നമുക്ക് ഇതിൽ നിന്ന് നന്നായി പൂക്കളൊക്കെ ഉണ്ടാകും. ഡെയിലി ഒരു നേരമൊക്കെ വെള്ളം നനച്ചാൽ മതി. പിന്നെ ഒരു ഫംഗൽ ഇൻഫെക്ഷനൊന്നും ഇതിലുണ്ടാവുകയില്ല. അപ്പോഴും നമുക്ക് വളരെ ഈസിയായി കെയർ ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് ബൊഗെയിൻവില്ല പ്ലാന്റ്. പിന്നെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ എല്ലാവരും എന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ അതിനടുത്തുള്ള ബെല്ലൈക്കൺ ഒന്ന് പ്രസ് ചെയ്താൽ ഞാനിടുന്ന വീഡിയോസിൻ്റെ മുഴുവൻ നോട്ടിഫിക്കേഷൻസും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ താങ്ക്